മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തനം അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന പ്രവർത്തകരിലൂടെ അണിയറയ്ക്ക് പുറകിലും അണിയറയിലും കർട്ടന്റെ പുറകിലും കർട്ടന്റെ മുമ്പിലും നിന്ന് അഭിനയിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് മുമ്പോട്ട് വെച്ച സയന്റിഫിക് ഹിന്ദുയിസം, സയന്റിഫിക് കൾച്ചർ, സയന്റിഫിക് ഹെറിറ്റേജ്, സയന്റിഫിക് അപ്രോച്ച്, സയന്റിഫിക് വിഷൻ, അങ്ങനെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന കാര്യങ്ങൾ അത് ആയിരക്കണക്കിന് വ്യക്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ പ്രചരിപ്പിച്ചതിൻ്റെ ഫലങ്ങൾ നമ്മൾ നേരിട്ട് അറിയുന്നുണ്ട്, നേരിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ അങ്ങനെ ഒരു പരമ്പര അറിയാൻ സാധിച്ചു, ശരിക്കും അറിയാൻ സാധിച്ചു. എൻ്റെ അടുത്തൊരു ബന്ധു വീണ് കയ്യിൽ ഫ്രാക്ചറായിരുന്നു. തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ആണ് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടത് കയ്യിൽ. ഇന്നലെ ഞാൻ ഈ അമേരിക്കൻ യാത്രക്കിടയ്ക്ക് സംഭവിച്ചതാണ്. അപ്പം ഇന്നലെ 13-ാം തീയതിയാണ് രാവിലെ അതൊക്കെ അഴിക്കേണ്ടത്. അപ്പം ഇന്നലെ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആ ബന്ധുവിനെ വീൽ ചെയറിൽ അകത്തേക്ക് കൊണ്ടുപോകണം. ആ വീൽ ചെയർ കൊണ്ടുവന്ന സാധാരണക്കാരൻ പറഞ്ഞൊരു വരിയുണ്ട്, അയ്യോ സാറിന്റെ ബന്ധുവാണോ, എന്തൊരു പുണ്യമാണ് സാറ് ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചത്. ഞാൻ അകത്ത് പോയ ഉടനെ തന്നെ ഭയങ്കര തിരക്കാണ്. എൻ്റെ ഈ ബന്ധുവിനെ തീരെ വയ്യ, വളരെയധികം തളർന്നിരിക്കുകയാണ്, വീഴുന്ന ലെവലാണ്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും തിരക്കിനിടയ്ക്ക് കൂപ്പൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവരോട് സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും വാട്സപ്പിലൂടെ കേൾക്കുന്നുണ്ട്. അവരുടനെ തന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കണ്ട ഉടനെ തന്നെ ഒരു ചിറ്റ എഴുതിയിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് ഉടനെ ടോക്കൺ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഉദയഭാരതത്തിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, ഇപ്പം മെയിൻ ജോലി പ്രഭാഷണം കേൾക്കലും അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കലുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു. ഡോക്ടറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇന്നലെ കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെയോ നിങ്ങളുടെ ബന്ധുവാണോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇന്നലത്തെ മിനിഞ്ഞാന്ന് വൈകുന്നേരം എന്നെ വിളിച്ചപ്പോൾ ഈ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. നിങ്ങൾ തന്നെയാണല്ലേ, വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഡോക്ടർക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ ഈ സ്റ്റിച്ചൊക്കെ അഴിക്കാൻ വന്ന ഒരാളുണ്ട്, അയാളത്തിരി പ്രായമായ ആളാണ്. അയാൾ പറഞ്ഞു സാറിനോട് സംസാരിക്കാൻ സാധിച്ചത് വലിയ പുണ്യമാണ്. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഒരാൾ വന്നിരുന്നു. അയാൾ പറഞ്ഞു സാറേ ജനം TV-യിൽ നമ്മൾ ഭഗവത്ഗീതയും ബാക്കിയുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മുടെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ നമ്മൾ സാറിൻ്റെ സ്പീച്ചൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും എല്ലാം ഒത്തിരി പരിചയക്കാർ. പുറത്തു വന്നപ്പോഴും ഒരു അബദ്ധം മനസ്സിലായത്, SP ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വണ്ടി സൈഡിൽ നിർത്തിയപ്പോഴത്തേക്കും പോലീസ് വന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു, പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഞാൻ അതിൽ കണ്ട ഫോണിൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് നേരിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി, സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്, സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ. പേര് പറഞ്ഞു, അത് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. സാർ ഇങ്ങോട്ട് വരണ്ട, സാറിൻ്റെ ഡ്രൈവറുടെ കൊടുത്തേച്ചാൽ മതി ആ സ്റ്റിക്കർ. 9 മണി കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 7 മണിക്ക് SP ഫോർട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്, 9:05 വണ്ടി എടുക്കുകയും ചെയ്തു, ഒരു കുഴപ്പമില്ല സാറേ, സാറിൻ്റെയൊക്കെ പ്രഭാഷണം ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. സ്റ്റിക്കറും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ പരിചയക്കാരായിട്ടുള്ള ധാരാളം പോലീസുകാർ, എല്ലാവരും ഈ ഉദയഭാരതത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് നമ്മുടെ ഭഗവത്ഗീത ഒക്കെ കേട്ടവരാണ്. എല്ലാവരും മുമ്പോട്ട് വരികയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ പോലും. അത് കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വണ്ടി വേറൊരു വണ്ടിയിൽ
അയാൾ കൊണ്ടുവന്ന തെറ്റുകൊണ്ട് ഒന്ന് തൊട്ടില്ല എന്നായി. അയാൾ ചാടി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ദേഷ്യത്തിൽ ഇറങ്ങി വന്ന ആൾ, അല്ലോ ഗോപാലകൃഷ്ണൻ സാറാണ്, കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, എന്തെങ്കിലും ഒന്ന് കാണണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി ഇടിച്ചാലും വിരോധമില്ല, സാറിനെ കാണാൻ എനിക്ക് സാധിച്ചല്ലോ. ഇടിച്ചില്ല വണ്ടി, ഇടിച്ചാലും സാരമില്ല, സാറിനെ എനിക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് BSNLിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ വ്യക്തികൾ പ്രഭാഷണം കേട്ടവരുമെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോവേണ്ടിയിരുന്നത് എൻ്റെ ബന്ധു, ഭീമ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ് എൻ്റെ ബന്ധു, ഭീമ ജ്വല്ലറിയുടെ ഓണർ. അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് MG റോഡ് തിരുവനന്തപുരത്തെ സൈഡിൽ 10 രൂപ കൊടുത്തിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, പാർക്ക് ചെയ്യാനേ സ്ഥലമില്ല, എൻ്റെ കാർ എവിടെയാ പാർക്ക് ചെയ്യുക? ഞാൻ നേരെ MG റോഡിൽ ആയുർവേദ കോളേജിൻ്റെ ഉള്ളിൽ പോയി. ഞാൻ ആയുർവേദ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പണ്ട് ധാരാളം എടുത്തിരുന്നു, ഇപ്പം അങ്ങനെയില്ല, ഇടയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വണ്ടി അവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പോഴത്തേക്ക് മുമ്പിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ ചവിട്ടുപടിയുടെ മുമ്പിൽ വണ്ടി നിർത്തരുത്. എന്നാലും ആൾക്കാർക്ക് കയറി ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ഈ ബോർഡ് അവിടെ വെച്ചിട്ട് ഞാൻ ആ കാർ അവിടെ നിർത്തി പുറത്തേക്ക് വന്നു. മനസ്സിലൊരു കുറ്റബോധം. ഞാൻ തിരിച്ച് അകത്തി എന്നിട്ട് ആയുർവേദ കോളേജിൻ്റെ മുമ്പിലിരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, അകത്തിരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു, ഒരു കുറ്റബോധം കൊണ്ട് തിരിച്ചു വന്നതാണ്, എൻ്റെ വണ്ടി അവിടെയുണ്ട്, 10 മിനിറ്റിനകം ഞാൻ എടുത്തോളാം, അല്ല ഇപ്പോൾ എടുത്ത് മാറ്റണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, സാറിനെ കാണാൻ സാധിച്ചത് തന്നെ പുണ്യമാണ്. സാർ ഇന്നലെ അപ്ലോഡ് ചെയ്തത് ഞങ്ങൾ കേട്ടു, മിനിഞ്ഞാന്നത്തെയും അപ്ലോഡ് ചെയ്ത് കേട്ടു, സാർ എന്നാണ് വിദേശത്തു നിന്ന് വന്നത്. ആ 2 പോലീസുകാർക്ക് നല്ലോണം അറിയാം. അത് കഴിഞ്ഞാൽ കാറിനകത്ത് നിന്ന് ATM കാർഡ് എടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള രോഗികൾക്കും അറിയാം, ഡോക്ടർമാർക്കും അറിയാം. അത് കഴിഞ്ഞാൽ ഭീമ ജ്വല്ലറിയിൽ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ഒരു 10-15 പേരെങ്കിലും നമ്മൾ പരിചയമുള്ളവരായിട്ട് നമ്മളുടെ മെസ്സേജ് കേൾക്കുന്നു, യൂട്യൂബ് കേൾക്കുന്നു, ഫേസ് പേജിൽ മെമ്പേഴ്സാണ്, അങ്ങനെയുള്ള കുറേ പേരെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നേരെ ഡോക്യുമെന്ററി ഫിലിം ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു, സാറിന്റെ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് കിട്ടാൻ? എൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളൊക്കെ സാറിന്റെ ഫാനാണ്. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് നേരെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടുത്തേക്ക് വരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ അധികം കസ്റ്റമേഴ്സ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ വർക്ക് നല്ലോണം അറിയാം. അവർക്കെല്ലാവർക്കും നമ്മുടെ വർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഈ ഒരു യാത്ര കുറേ കൂടി അതിനകത്തുണ്ട്. എവിടെ പോകുമ്പോഴും അവിടെയെല്ലാം ഈ പ്രഭാഷണങ്ങൾ, സന്ദേശങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ ഇതെല്ലാം കേൾക്കുന്ന, അത് ആയുർവേദ കോളേജ് ആണെങ്കിലും BSNL ആണെങ്കിലും ഭീമ ജ്വല്ലറി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും അതിനിടയ്ക്ക് പോയ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ സന്ദേശം കേൾക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ പ്രവൃത്തി ജനങ്ങളിൽ എത്തിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ, അവരുടെ പ്രവർത്തന ബലമാണ്. അതല്ലെങ്കിൽ ഇത്രയും വ്യക്തികളിൽ ഇത് എത്തില്ല. ഇപ്പോൾ എത്ര പേരാണ് ഈ അൾട്രാ മോഡേൺ IT ടൂള്, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ് പേജ്, ലിങ്ക് അയച്ചു കൊടുക്കൽ, ഇമെയില്, ഇങ്ങനെ ഓരോ രീതിയിലും അത് പ്രചരിപ്പിക്കുന്നത്. എത്ര ഗംഭീരമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഞാൻ എൻ്റെ ലാബറട്ടറിയിലെ ഡിസ്പെൻസറിൽ പോയിരുന്നു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടു. ഒരു സയന്റിസ്റ്റിന്റെ ഹസ്ബൻഡാണ്. അപ്പം അദ്ദേഹം പറയായിരുന്നു, ഞങ്ങൾക്ക് 10-2000 പേരുള്ള ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ പ്രധാന ജോലി യൂട്യൂബ്, സാറിൻ്റെ മെസ്സേജ് യൂട്യൂബ് ഫേസ് പേജിൽ വരുന്നത് ഇങ്ങനെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് സാറിൻ്റെ പേരും ഇതൊക്കെ ഞങ്ങൾക്കിന്ന് ഫെമിലിയറാണ്. അത് അയാളെ കണ്ടിട്ട് 10-20 കൊല്ലമായി. പക്ഷേ ഇതാ പറയാം. അത് കഴിഞ്ഞ് എൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഓഫീസിൽ പോയപ്പോഴത്തേക്കും സെക്ഷൻ ഓഫീസർ ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹം എൻ്റെ കുറേ കാര്യങ്ങളും ID കാർഡും ഒക്കെ ശരിയാക്കാൻ ഞാൻ പണ്ട് CSIRൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ പോയിരുന്നു. അപ്പം അദ്ദേഹത്തിനെ കണ്ടോടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഫോർട്ട് കൊച്ചിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജർ, ചീഫ് മാനേജർ വിൻസെന്റ് എന്ന് പറയുന്ന സാറ്, ഫോർട്ട് കൊച്ചിയിലെ SBIയിലെ ചീഫ് മാനേജർ സാറിൻ്റെ ഒരു ആരാധകനാണ്. സാറിൻ്റെ പ്രഭാഷണം കേൾക്കലാണ് അയാൾ പ്രധാന ജോലി. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, CSIRൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ,
ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് ഞാൻ അദ്ദേഹം മറ്റേ ആളോട് പറഞ്ഞു എന്നുള്ളത് എന്നോട് പറഞ്ഞു. ഞാൻ ഇന്നലെ കണ്ട എല്ലാ സ്ഥലത്തും ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി, അവിടെയും ചായ ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ഒരു വ്യക്തി ചെയ്യുന്ന വർക്കിനെ കുറിച്ചിട്ട് അറിയിക്കാനേ അല്ല. അങ്ങനെ ധരിക്കല്ലേ, തൊഴുകൈയോടെ പറയുന്നു, അങ്ങനെ ധരിക്കല്ലേ. ആയിരക്കണക്കിന് വ്യക്തികള് സൈലന്റായിട്ട് നമ്മുടെ നാടിനും സംസ്കാരത്തിനും വേണ്ടി ഹിഡൻ അജണ്ട ഇല്ലാതെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് തെളിവാണിത്. എന്ത് സംഭവിക്കും എന്നുള്ളതിന് 100% തെളിവാണിത്. ഇന്നലെ ഞാൻ ആ ഇതിലൂടെ കടന്നു പോയപ്പോൾ ചിലരുടെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ പറയാം. പക്ഷേ വൈകുന്നേരം 3 മണി വരെ ആരെയെല്ലാം കണ്ടോ അതിൽ ഭൂരിഭാഗവും ഈ പ്രഭാഷണങ്ങളും നമ്മുടെ സന്ദേശങ്ങളും കേട്ടവരാണ്. അതിന്റെ അർത്ഥം റാൻഡം സെലക്ഷൻ എടുത്താൽ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് കേരളീയർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ മെസ്സേജ് എത്തുന്നുണ്ട്. അത് വയറുകളായും ടെലിഫോൺ പോസ്റ്റുകളായും സ്ട്രീറ്റ് ബൾബുകളായും എല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾ കാരണമാണ്. ഇനിയും പ്രവർത്തിക്കുക, രാഷ്ട്രത്തെയും ധർമ്മത്തെയും മുമ്പിൽ നിർത്തി പ്രവർത്തിക്കുക. ഒരു വ്യക്തിയും നമ്മളുടെ മുമ്പിൽ ആരുമല്ല, ആചാര്യനുമല്ല, ഗുരുവുമല്ല, ലീഡറുമല്ല, നേതാവുമല്ല. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ധർമ്മം. അതുകൊണ്ട് വ്യക്തിയിലുണ്ടാകുന്ന കുറവുകളും കൂടുതലുകളും പ്രശ്നങ്ങളും ഒന്നും നമ്മളെ ബാധിക്കില്ല. കാരണം വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള സംഘടനയാണെങ്കിൽ വ്യക്തിയുടെ പ്രശ്നങ്ങളൊക്കെ വരും. സന്ദേശവും മിഷനും അടിസ്ഥാനമായിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കണം, പ്രസ്ഥാനമായിരിക്കണം, സ്ഥാപനമായിരിക്കണം. അതാണ് നമ്മളുടെ ഈ സന്ദേശം, ഭാരതീയ സന്ദേശം ലോകം മുഴുവൻ എത്താൻ, മലയാളികളും മലയാളികളല്ലാത്തവരിലും എത്താനായിട്ടുണ്ടായ കാരണം. അത് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ അനുഭവം വളരെ വളരെ അത്ഭുതകരവും വിചിത്രവുമായിരുന്നു. വിചിത്രം എന്നുള്ള പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യാം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ചെയ്യാം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ചെയ്യാം. ഏത് വ്യക്തി എന്ത് പറഞ്ഞാലും നമ്മുടെ പൂർവികരുടെ കോൺട്രിബ്യൂഷനാണ്. പറയുന്ന വ്യക്തികളൊക്കെ നിമിത്തമാത്രം ഭവസവ്യസാചി, ഒരു ഉപകരണം മാത്രമാണ് അവര്. അത് അവരുടെ വാക്കുകളോ വരികളോ സന്ദേശങ്ങളോ അല്ല. പൂർവികർ പറഞ്ഞത് ഇവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊരു മൈക്ക് സെറ്റ് പോലെയാണ്. ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെയൊക്കെ മൈക്ക് സെറ്റ് മാതിരിയാണ്. അതുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ധർമ്മത്തിനും രാഷ്ട്രത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിച്ചതാണ് ഇന്നലെ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചത്. ആ അനുഭവിച്ചതും അവരെല്ലാം പറഞ്ഞ നല്ലതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകരുടെ പാദങ്ങളിൽ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചവരുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.